ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ. കാണുമ്പോൾ ഇങ്ങനെ വരക്കാന്നുള്ള ഒരു ഇത് തോന്നെങ്കിലും വരക്കാൻ സിമ്പിളാണ് കേട്ടോ. ആദ്യം സ്പൈറൽ വരക്കുക, എന്നിട്ട് അതിന്റെ മേലെ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുമ്പോൾ ഒന്ന് വരച്ചിട്ട് അടുത്ത് വരക്കുമ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കാൻ. അങ്ങനെ താഴെയും ഇടയിലുള്ള ഈ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് വരച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ കൈൻ്റെ ഉള്ളിൽ നിറയുന്ന രീതിക്ക് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചെടുത്താലും മതി കേട്ടോ. പക്ഷെ വരക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വരക്കണം. വരച്ചിട്ട് കൈൻ്റെ ഉള്ളൊന്ന് ഈ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വെച്ചിട്ട് ഫുള്ളാക്കിയാലും മതി കേട്ടോ. അതിനുശേഷം ഓരോ ഫ്ലവേഴ്സും വന്ന് ഇതേപോലെ ഓരോ റൂട്ട്സ് ഓരോ നമുക്ക് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവർ ഒരു ഫ്ലവർക്ക് വരക്കണം എന്നൊന്നുമില്ല, നമുക്ക് എങ്ങനെയാണ് വരക്കണം എന്ന് തോന്നുന്നത് അങ്ങനെ വരച്ചു കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം ആ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിന് ചുറ്റിലും ഇതേപോലെ ഡോട്ട്സ് ഇട്ടിട്ട് ആ ഫ്ലവർ ഒന്നും കൂടി ഭംഗിയാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിലും വരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഓരോ റൂട്ട്സും ഇതേപോലെ ലേറ്റ് ആയിട്ടുള്ള ഓരോ ലീവ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ റൂട്ട്സ് ഏത് ഡയറക്ഷൻസ്ക്കാണോ പോണത് ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ലീവ്സ് വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ആ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.